ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്കൊരു നാടൻ പലഹാരം ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ചായക്കടയിൽ നിന്നൊക്കെ നമ്മൾ കഴിച്ചിട്ടുള്ള സുഖിയനാണ്. വളരെ ഈസി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഈ സുഖിയൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കപ്പ് ചെറുപയർ ഒരു 3 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. ഞാനത് കഴുകിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. പയർ അളന്ന അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. വെള്ളം കൂടിപ്പോയാൽ നമ്മൾ ലാസ്റ്റിൽ ഇതൊന്ന് വറ്റിച്ചെടുക്കേണ്ടതായിട്ട് വരും. 1/4 കപ്പ് ഒഴിച്ചാൽ നമുക്ക് വറ്റിച്ചെടുക്കേണ്ടതായിട്ടൊന്നും വരത്തില്ല. വെള്ളമെല്ലാം വറ്റി പയറൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഞാൻ 2 വിസിലാണ് വേവിച്ചെടുത്തത്. പ്രഷർ ഫുൾ പോയതിനു ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം. പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെന്ത് പോയിട്ടുമില്ല. ഈ ഒരു പരുവത്തിന് വേണം പയർ വെന്ത് കിട്ടാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നല്ല ചൂട് പയറിലേക്കാണ് ഞാൻ ഈ തേങ്ങാപ്പീര ഇട്ട് കൊടുത്തത്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം അത് ചൂടാക്കി എടുത്തിട്ടില്ല. ഇനി ഞാൻ ഇതിലേക്ക് ശർക്കര പാനിയാണ് ചേർക്കുന്നത്. ഞാനൊരു 200 ഗ്രാം ശർക്കര എടുത്ത് അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഉരുക്കി ഒരു 10 മിനിറ്റ് നേരം തിളപ്പിച്ച് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുത്തതാണിത്. കുറച്ച് ഒഴിച്ച് ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ചെറുതായിട്ട് പയർ കൈകൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുകയും കൂടി വേണം. ശർക്കര പാനി കൂടിപ്പോവാതെ സൂക്ഷിക്കണം. അങ്ങനെ കൂടിപ്പോയാൽ നമുക്കിത് ലാസ്റ്റിൽ റൗണ്ട് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് പാടായിരിക്കും. ചെറു ചൂടോടുകൂടി വേണം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാനായിട്ട്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറിയ ബോൾസുകളാക്കി ഇത് ഉരുട്ടിയെടുക്കണം. ഇനി നമുക്കിത് മുക്കി ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദയും 1/4 കപ്പ് അരിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് നോർമൽ വാട്ടർ കുറച്ച് ഒഴിച്ചു കൊടുത്ത് ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഒരുപാടങ്ങ് ലൂസായി പോകരുത്. ഒരുപാടങ്ങ് ലൂസായി പോയാൽ നമ്മുടെ സുഖിയൻ പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. ഈ ഒരു കൺസിസ്റ്റൻസി വേണം ഇത് നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് അതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോ ബോൾസും ഇതുപോലെ മാവിൽ മുക്കിയിട്ട് ഓയിലിട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പയർ ഓൾറെഡി വെന്തതായതുകൊണ്ട് ഔട്ടർ പാർട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതിയാകും. ഒരുപാട് അങ്ങ് മൂപ്പിക്കരുത്. ബ്രൗൺ കളർ ആക്കേണ്ട കാര്യമൊന്നുമില്ല. യെല്ലോ കളറിൽ തന്നെയാണ് നമുക്കിത് റെഡിയായി കിട്ടേണ്ടത്. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ബാറ്റർ ഒരുപാട് ലൂസായി പോയിരുന്നെങ്കിൽ നമ്മൾ ഇതുപോലെ ഓയിലിലേക്ക് ഇടുമ്പോൾ ആ മാവെല്ലാം ഒലിച്ചു പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ആ ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അടുത്ത ഭാഗം കൂടി ഒന്ന് റെഡിയായി കിട്ടുമ്പോൾ നമുക്കിത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതേ ഉള്ളൂ. വളരെ എളുപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് സുഖിയന്. ഇതുവരെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ 2 വശം റെഡി ആക്കിയിട്ടുണ്ട്. ഞാനിതൊന്ന് ഓയിലിൽ നിന്ന് മാറ്റുകയാണ്. അങ്ങനെ ബാച്ചസ് ആയിട്ട് എല്ലാ സുഖിയനും ഒന്ന് റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ സുഖിയൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് സുഖിയൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.